നമസ്കാരം. ഒരു വലിയ യുദ്ധം ജയിച്ചു കഴിഞ്ഞാൽ ഒരു ഹീറോയ്ക്ക് പിന്നെ എന്ത് പരീക്ഷണമാണ് നേരിടാനുണ്ടാവുക? നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മഹാഭാരതത്തിന്റെ അവസാനത്തിൽ നിന്നുള്ള 5 മഹാനായകന്മാരും അവരുടെ പത്നിയും നേരിട്ട ആ ഫൈനൽ ടെസ്റ്റിന്റെ കഥയാണ്. അവരുടെ ഉള്ളിലെ യഥാർത്ഥ സത്യം വെളിവാക്കിയ ഒരു യാത്രയുടെ കഥ. അപ്പോ എന്തായിരിക്കും ഒരു ഹീറോയുടെ അവസാനത്തെ പരീക്ഷണം? നമുക്ക് ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. കാരണം ഇതിന്റെ ഉത്തരം നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും ആയിരിക്കില്ല. ഒരുപക്ഷേ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം. അപ്പോ നമ്മുടെ കഥ തുടങ്ങുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, മഹാഭാരത യുദ്ധമൊക്കെ കഴിഞ്ഞ് എല്ലാം ശാന്തമായ ഒരു സമയത്താണ്. വിജയികളായ പാണ്ഡവ സഹോദരന്മാരും അവരുടെ പ്രിയ പത്നി ദ്രൗപദിയും തങ്ങളുടെ രാജ്യം ഉപേക്ഷിച്ച് ഒരു അവസാന യാത്രയ്ക്കിറങ്ങുകയാണ്. ലക്ഷ്യം ഒന്നേ ഉള്ളൂ: സ്വർഗത്തിലേക്ക് നടന്നു കയറുക. ഇവരെല്ലാമാണ് ആ യാത്രയിലുള്ളത്, നമ്മുടെ കഥയിലെ അവസാനത്തെ വീരനായകന്മാർ. പക്ഷേ ഈ യാത്രയ്ക്ക് വളരെ കണിശമായ ഒരു നിയമമുണ്ട്. എന്ത് തന്നെ സംഭവിച്ചാലും തിരിഞ്ഞു നോക്കാൻ പാടില്ല. യഥാർത്ഥത്തിൽ പുണ്യമുള്ളവർക്ക് മാത്രമേ ആ യാത്രയുടെ അവസാനം വരെ എത്താൻ സാധിക്കൂ. യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. ഒരുപാട് ദൂരം പോകുന്നതിന് മുൻപ് തന്നെ അവരിൽ ആദ്യത്തെയാൾ വഴിയിൽ വീണു. ആ ഒരൊറ്റ വീഴ്ചയോടെ ഒരു കാര്യം വ്യക്തമായി: സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ നിയമങ്ങൾ നമ്മൾ കരുതുന്നതിനേക്കാൾ എത്രയോ കർശനമാണ്. യാത്രയിൽ ആദ്യം വീണതാരാണെന്നറിയാമോ? മറ്റാരുമല്ല, അവരുടെ എല്ലാം പത്നിയായ ദ്രൗപദിയായിരുന്നു. അവർക്ക് മുന്നോട്ടു പോകാനാവാതെ വഴിയിൽ തളർന്നു വീണു. തന്റെ പ്രിയപ്പെട്ടവൾ വീണത് കണ്ട് യുധിഷ്ഠിരന് സഹിക്കാൻ പറ്റിയില്ല. അദ്ദേഹം ആകാശത്തേക്ക് നോക്കി ചോദിച്ചു, എന്തുകൊണ്ടിങ്ങനെ? അവൾ എന്ത് തെറ്റാണ് ചെയ്തത്? അപ്പോ കിട്ടിയ മറുപടി ശരിക്കും നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. അവൾ പറഞ്ഞത് 5 പേരെയും ഒരുപോലെയാണ് സ്നേഹിക്കുന്നതെന്ന്. പക്ഷെ അവളുടെ ഹൃദയത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവൻ അർജുനനായിരുന്നു. ആ ഒരു ചെറിയ കളവ്, ആ ഒരു സത്യസന്ധതയില്ലായ്മയ്ക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നു. ദ്രൗപദിയുടെ വീഴ്ച ഒരു തുടക്കം മാത്രമായിരുന്നു. യാത്ര മുന്നോട്ടു പോകുന്തോറും ഒരു പാറ്റേൺ വ്യക്തമായി വന്നു. ആ മഹാവീരന്മാർ ഓരോരുത്തരായി വീഴാൻ തുടങ്ങി. എല്ലാവരുടെയും വീഴ്ചയ്ക്ക് കാരണം ഒന്നു തന്നെയായിരുന്നു: അവരുടെ ഉള്ളിൽ ഒളിപ്പിച്ചുവെച്ച ഏതെങ്കിലും തരത്തിലുള്ള അഹങ്കാരം. ആദ്യം വീണത് സഹദേവനാണ്. തന്റെ അറിവിലായിരുന്നു സഹദേവന് അഹങ്കാരം. പിന്നെ വീണത് നകുലൻ. തന്റെ സൗന്ദര്യമാണ് ലോകത്തിലേറ്റവും വലുതെന്ന് അയാൾ വിശ്വസിച്ചു. ആ അഹങ്കാരം അയാളെയും വീഴ്ത്തി. അടുത്ത വീഴ്ചയാണ് ശരിക്കും എല്ലാവരെയും ഞെട്ടിച്ചത്. മഹാനായ യോദ്ധാവ് അർജുനൻ. അതെ, അർജുനനും വീണു. ഇതെങ്ങനെ സംഭവിക്കും? കുരുക്ഷേത്ര യുദ്ധത്തിലെ ഹീറോ അല്ലേ അർജുനൻ? അദ്ദേഹത്തിന് എങ്ങനെയാണ് സ്വർഗത്തിൽ പ്രവേശനം നിഷേധിക്കപ്പെടുന്നത്? അദ്ദേഹത്തിന്റെ കുറവെന്തായിരുന്നുവെന്നറിയാമോ? ആ യുദ്ധം താൻ ഒറ്റയ്ക്കാണ് ജയിച്ചത് എന്നുള്ള അഹങ്കാരം. ലോകത്തിലെ ഏറ്റവും മികച്ച വില്ലാളി താനാണെന്നുള്ള ആ ഒരു ചിന്ത. ആ വിജയത്തിനു പിന്നിൽ എത്ര വലിയൊരു ദൈവിക ശക്തിയുണ്ടായിരുന്നുവെന്ന് അദ്ദേഹം മറന്നുപോയി. അർജുനൻ മറന്നുപോയ ഒരു കഥയുണ്ട്. യുദ്ധം കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ അർജുനനോട് രഥത്തിൽ നിന്ന് ആദ്യം ഇറങ്ങാൻ പറഞ്ഞു. യോദ്ധാവ് അവസാനമിറങ്ങുന്നതാണ് ശരിയെന്ന് അർജുനൻ വാദിച്ചു. പക്ഷേ കൃഷ്ണൻ നിർബന്ധിച്ചു. അർജുനൻ ഇറങ്ങിയ ഉടനെ കൃഷ്ണനും ഇറങ്ങി. അവർ മാറി നിന്നതും ആ രഥം കത്തി പൊട്ടിത്തിരിച്ചു. ശരിക്കും ഒരുപാട് ദിവ്യാസ്ത്രങ്ങളേറ്റ് തകർന്നു പോവേണ്ടതായിരുന്നു ആ രഥം. കൃഷ്ണന്റെ ശക്തി കൊണ്ടാണ് അതുവരെ പിടിച്ചുനിന്നത്. ഈ സത്യം കാണാൻ അർജുനന്റെ അഹങ്കാരം അവന് സമ്മതിച്ചില്ല. ഒടുവിൽ സാക്ഷാൽ ഭീമസേനനും വീണു. അദ്ദേഹത്തിന്റെ വീഴ്ചയ്ക്ക് കാരണം വലിയൊരു പാപമൊന്നുമല്ലായിരുന്നു: ഭക്ഷണത്തോടുള്ള ഒരു ചെറിയ ആർത്തി. ഭക്ഷണം പങ്കുവെക്കുമ്പോൾ എപ്പോഴും ഒരു പങ്ക് കൂടുതൽ തനിക്കു വേണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ആ ചെറിയ അത്യാഗ്രഹം, അതാണ് ഭീമനെയും വീഴ്ത്തിയത്. അങ്ങനെ എല്ലാവരും വീണു. ഇനി നമ്മൾ ഈ കഥയുടെ ക്ലൈമാക്സിലേക്ക് പോവാണ്. ഈ യാത്രയുടെ യഥാർത്ഥ ഉദ്ദേശം എന്തായിരുന്നുവെന്ന് വെളിവാകുന്ന നിമിഷം. ഒടുവിൽ ഒരാള് മാത്രം സ്വർഗവാതിൽക്കലെത്തി: യുധിഷ്ഠിരൻ. അദ്ദേഹത്തിന്റെ കൂടെ ആ യാത്രയുടെ തുടക്കം മുതൽ ഒപ്പമുണ്ടായിരുന്ന ഒരു നായയും. അപ്പോൾ സ്വർഗവാതിൽക്കൽ നിന്നൊരു ശബ്ദം: യുധിഷ്ഠിര, നിനക്കകത്തേക്ക് വരാം. പക്ഷേ ഈ നായയെ കൂടെ കൂട്ടാൻ പറ്റില്ല. ഇതായിരുന്നു യഥാർത്ഥ പരീക്ഷണം. യുധിഷ്ഠിരന്റെ മറുപടി വളരെ വ്യക്തമായിരുന്നു: എന്നെ വിശ്വസിച്ച് ഇത്രയും ദൂരം കൂടെ വന്ന ഒരു ജീവനെ ഉപേക്ഷിച്ച് എനിക്കൊരു സ്വർഗവും വേണ്ട. ഒരു വിശ്വസ്തനായ കൂട്ടുകാരൻ വേണ്ടി അദ്ദേഹം സ്വർഗം പോലും വേണ്ടെന്ന് വെച്ചു. അദ്ദേഹം ഇത് പറഞ്ഞതും ആ നായ അതിന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് മാറി. അത് സാക്ഷാൽ ധർമ്മദേവനായിരുന്നു, വേഷം മാറി വന്നതായിരുന്നു. അപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത്, ഈ യാത്ര
കരുത്തിന്റെയോ കഴിവിന്റെയോ പരീക്ഷണമായിരുന്നില്ല, മറിച്ച് സ്വഭാവശുദ്ധിയുടെ, ധർമ്മത്തിന്റെ പരീക്ഷണമായിരുന്നു. അതിൽ യുധിഷ്ഠിരൻ ജയിച്ചു. അപ്പോ ഈ വിജയത്തിന്റെയും പരാജയത്തിന്റെയും കഥയിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാനുള്ളത്? ഈ കഥ ശരിക്കും 2 വഴികളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന് ധർമ്മത്തിന്റെ അല്ലെങ്കിൽ സത്യത്തിന്റെ വഴി. ആ വഴിയിലൂടെ പോകുമ്പോൾ നമ്മുടെ ഊർജം മുഴുവൻ ഒരൊറ്റ ലക്ഷ്യത്തിലായിരിക്കും. അത് നമ്മളെ ശരിക്കും മുന്നോട്ട് കൊണ്ടുപോകും. രണ്ടാമത്തെ വഴി അഹങ്കാരത്തിന്റേതാണ്. ആ വഴിയിൽ നമ്മുടെ ഊർജം പലയിടത്തായി ചിതറിപ്പോകും. നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നും, പക്ഷെ പുരോഗതിയുണ്ടാവില്ല. ഒരിടത്ത് തന്നെ നിൽക്കുകയായിരിക്കും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. യുധിഷ്ഠിരൻ പോലും പെർഫെക്റ്റ് ആയിരുന്നില്ല. അദ്ദേഹത്തിനും ജീവിതത്തിൽ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഓരോ തവണയും അദ്ദേഹം ധർമ്മത്തിന്റെ വഴിയിലേക്ക് തന്നെ തിരിച്ചുവന്നു. അപ്പോൾ ഒരിക്കലും തെറ്റുപറ്റാതിരിക്കുക എന്നതല്ല കാര്യം, മറിച്ച് എപ്പോഴും ശരിയായ വഴിയിൽ ഉറച്ചു നിൽക്കാനുള്ള ശ്രമമാണ് പ്രധാനം. അതുകൊണ്ട് ഈ പുരാതനമായ കഥ നമ്മൾ ഓരോരുത്തരോടും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ നമ്മൾ ഏത് വഴിയിലാണ് നടക്കുന്നത്? നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് നമ്മുടെ ഉള്ളിലെ സത്യസന്ധതയാണോ, അതോ ചെറിയ ചെറിയ അഹങ്കാരങ്ങളും പൊള്ളത്തരങ്ങളുമാണോ? നിങ്ങൾ ഏത് വഴിയിലൂടെയാണ് നടക്കുന്നത്? ഒന്നാലോചിച്ചു നോക്കൂ.